അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുക എന്നുള്ളത് എല്ലാ മുഅ്മിനീങ്ങളുടെയും ജീവിതത്തിലെ വല്ലാത്ത ഒരു ആഗ്രഹവും അനുഭൂതിയുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രീതിയിൽ അവിടുത്തെ കാണുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ അവിടുത്തെ ശാരീരിക പ്രകൃതിയും മറ്റ് വിശേഷണങ്ങളുമെല്ലാം അറിയുന്ന ആളായിരിക്കണമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് വിലയിരുത്താൻ കഴിയും. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അപ്പറഞ്ഞ യാതൊരു വിശേഷണവും ഇല്ലാത്ത മറ്റേതെങ്കിലും രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. മറിച്ച് മുത്തുനബിയുടെ രൂപത്തിൽ പിശാചിന് രൂപപ്പെടാൻ കഴിയുകയില്ല എന്ന് മുത്തുനബി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. മറ്റു രൂപത്തിലൊക്കെ വരുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. അത് യഥാർത്ഥത്തിൽ മുത്തുനബി അല്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. എന്നാൽ ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു, അത് ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ അവൻ നരകത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കടബാധ്യതയുള്ളവൻ കണ്ടാൽ ആ കടം വീഴുമെന്നും, രോഗി കണ്ടാൽ രോഗം മാറുമെന്നും, യോദ്ധാവ് കണ്ടാൽ വിജയിക്കുമെന്നും, ഹജ്ജ് ചെയ്യാത്തവൻ കണ്ടാൽ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നും, ക്ഷാമം നിറഞ്ഞ സ്ഥലത്ത് കണ്ടാൽ ക്ഷേമമുണ്ടാകുമെന്നും, അക്രമം നിറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടാൽ സമാധാനം കൈവരുമെന്നും ഇവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനത് രൂപത്തിൽ ദർശനം സാധ്യമായാലാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുമ്പോൾ മെലിഞ്ഞുകൊണ്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ നാട്ടിൽ ദീൻ സൂക്ഷിക്കുകയും ബിദ്അത്ത് തഴച്ചു വളരുകയും ചെയ്യുമെന്നാണ്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടാൻ കാരണമാകുമെന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. ഇനി നുരുമ്പിയ വസ്ത്രത്തോടു കൂടിയാണെങ്കിലും ആ ദീനി കാര്യത്തിൽ അവിടെ പരാജയം വരുമെന്നുള്ളതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ രഹസ്യമായി രക്തം കുടിച്ചത് കണ്ടാൽ ഷഹീദാകുമെന്നും, പരസ്യമായിട്ടാണെങ്കിൽ കപടനാകുമെന്നും ആണ് അതിൻ്റെ വ്യാഖ്യാനം. അഹ്ലു ബൈത്തിനെ വരിക്കാൻ സഹായിക്കുകയും ചെയ്യും. രോഗിയായി എന്നും ശേഷം സുഖപ്പെട്ടു എന്നും സ്വപ്നം കണ്ടാൽ ആ പ്രദേശത്തുള്ളവർ കലഹങ്ങൾക്ക് ശേഷം ഐക്യത്തിലെത്തും. വാഹനത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അവിടുത്തെ സിയാറത്ത് ചെയ്യാനായി വാഹനത്തിൽ പോകും. നടക്കുന്നതായി കണ്ടാൽ നടന്നുപോയി സിയാറത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നതായി കണ്ടാൽ അവൻ്റെ കാര്യങ്ങൾ നേരാംവണ്ണം എല്ലാം നടക്കുന്നതാണ് എന്നുള്ള തെളിവാണ്. നശിച്ച ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കുന്നതായി കണ്ടാൽ ആ സ്ഥലം ദീനിയായി പരിപാലിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിക്കുന്നത് കണ്ടാലോ സക്കാത്ത് കൊടുക്കാനുള്ള നിർദ്ദേശമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് കണ്ടാൽ തൻ്റെ പരമ്പരയിൽ നിന്നൊരാൾ മരണപ്പെടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഒരു സ്ഥലത്ത് കണ്ടാൽ ആ സ്ഥലത്ത് വലിയ മുസീബത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ പിന്തുടർന്ന് കബറടക്കുന്നിടത്തുനിന്ന് കണ്ടാൽ അവൻ വിദേഹത്തിലേക്ക് ചായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ അല്ലാതിരിക്കെ അവിടുത്തെ മകനാണെന്ന് കണ്ടാൽ ഈമാൻ സലാമത്താവുകയും അവിടുത്തെ പിതാവാണെന്ന് കണ്ടാൽ ഈമാൻ യക്കീനും വർദ്ധിക്കുകയും ദീനും ഈമാനും യക്കീനും ദീനും അത് ദുർബലമാവുകയും ചെയ്യുമെന്നാണ്.